ശേഷം ചന്ദ്രദർശനം ചെയ്തതിനു ശേഷം ആണ് ഈദ് ഉൽ ഫിത്തർ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ ദിവസം കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒന്നിച്ചു കൂടി ആശംസകൾ നേരുന്നു. പുതുവസ്ത്രധാരണം, രുചികരമായ വിഭവങ്ങൾ, മധുര പലഹാരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവ ഈദിന്റെ പ്രത്യേകതകൾ ആണ്. അന്ന് കരുണയും സഹായവും പങ്കിടാൻ പ്രചോദനം നൽകുന്ന ദിനം ആണ് ഈദ്. സ്നേഹത്തിന്റെ വലിയ ആഘോഷമാണ് ഈസ്റ്റർ. യേശു ക്രിസ്തു മരണത്തിന് ശേഷം വീണ്ടും ജീവനിലേക്ക് വന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഈസ്റ്റർ. തിന്മയ്ക്ക് മേൽ നന്മ വിജയിച്ചതിന്റെ സന്തോഷമാണ് ഈ വലിയ പെരുന്നാൾ നമുക്ക് നൽകുന്നത്. ഈസ്റ്ററിന് മുന്നോടിയായി 50 ദിവസത്തെ നോമ്പ് എടുക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അന്ന് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും വീട്ടിൽ അപ്പവും ഇറച്ചിക്കറിയും പോലുള്ള നല്ല ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നു. ഈസ്റ്റർ മുട്ടകൾ ഈ ആഘോഷത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. മുട്ട പുതിയ ജീവന്റെ അടയാളം ആയത് കൊണ്ടാണ് പല നിറങ്ങളിൽ ഇത് അലങ്കരിച്ച് കൈമാറുന്നത്. മലയാളികളുടെ കാർഷിക പുതുവർഷമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും ഉത്സവം ആണ് വിഷു. വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമായത് എന്നാണ്. ഈ ദിവസം രാവും പകലും തുല്യമായിരിക്കും. കണിക്കൊന്ന, ഫലവർഗ്ഗങ്ങൾ, സ്വർണം എന്നിവ അണിയിച്ചൊരുക്കിയ വിഷുക്കണി കാണലും വിഷു കൈനീട്ടവും സമൃദ്ധമായ വിഷു സദ്യയും ആണ് ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസം ആണ് വിഷു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷത്തിന്റെയും തിന്മയുടെ മേലുള്ള നന്മയുടെയും വിജയമായി ഇത് ആഘോഷിക്കപ്പെടുന്നു. Eid, Iftar, Vishu are